എസ് കെ പത്മജ വേണുഗോപാൽ അവിടെ ഇറങ്ങുമ്പോൾ ഒരു ജയസാധ്യത കൽപ്പിച്ചവരുണ്ട്. പക്ഷേ രാജൻ പല്ലൻ ഈ പ്രചരണത്തിൽ കുറച്ചധികം ലീഡ് നേടിയെന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ചില പല സർവേകളും രാജൻ പല്ലൻ അനുകൂലമായിട്ടുള്ള സർവേകൾ വലിയ ആനക്കാര്യമല്ലെന്ന് പറയുമ്പോൾ പോലും രാജൻ പല്ലൻ അനുകൂലമായിട്ടുള്ള ചില ഫലം അവിടെ പ്രചരിക്കുന്നുണ്ട്. എസ് കെ ഈ രാജൻ പല്ലൻ അവിടെ ഒരു ജനകീയനാണ്. തൃശ്ശൂർ റൗണ്ടിലൊക്കെ അല്ലെങ്കിൽ പൂരം നടത്തുമായി ബന്ധപ്പെട്ട് മുൻ മേയർ കൂടിയല്ലേ അല്ലേ? മുൻ മേയറാണ്. ആ പാത്രത്തിലുള്ള വലിയ ബന്ധങ്ങൾ അവിടെയുണ്ട്. എസ് കെ അത് മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ നേട്ടം വലിയ വിജയം ഉണ്ടാക്കാൻ UDF അവിടെ കഴിയുന്നുണ്ട്. എസ് കെ ഈ കരുണാകരൻ കുടുംബത്തിന് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു രാശി പ്രശ്നം എന്തോ ഒരു പ്രശ്നമുണ്ട്. അവിടെ കരുണാകരൻ തോറ്റിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലും തൃശ്ശൂരും കെ മുരളീധരൻ തോറ്റിട്ടുണ്ട്. മുകുന്ദപുരത്ത് നേരത്തെ പത്മജ വേണുഗോപാൽ തോറ്റിട്ടുണ്ട്. മുകുന്ദപുരം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന വയനാട് ഇടുക്കി എന്നൊക്കെ ഇന്ന് പറയുന്ന പോലെ അത്രയും കടുത്ത UDF കോട്ടയായിരുന്നു, അവിടെ തോറ്റു. ഇതൊക്കെ പറയുമ്പോൾ എസ് കെ പത്മജ വേണുഗോപാൽ അവിടെ BJPക്ക് നല്ലൊരു കാൻഡിഡേറ്റ് പിക്കാണെന്ന് പറയുമ്പോൾ പോലും BJPക്ക് ജയിക്കാൻ ആവശ്യമായ ഒരു അടിസ്ഥാന വോട്ട് ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. 40,000 വോട്ടൊക്കെയാണ് സുരേഷ് ഗോപി പോലും അവിടെ പിടിച്ചത്. മാത്രമല്ല LDFന് ഒരു 42,000 വോട്ടിന്റെ ബേസ് വോട്ട് അവിടെ ഉണ്ട്. എസ് കെ പി ബാലചന്ദ്രൻ അവിടെ ജയിക്കുന്ന എസ് കെന്റെ ശിഷ്യനാണ്. പക്ഷേ എസ് കെ പോലും കരുതിയിരുന്നു ഇല്ല. എസ് കെ കരുതിയിട്ടില്ലെങ്കിൽ കൂടിയും എസ് കെ CPI കരുതിയിട്ടില്ല ഏതെങ്കിലും സർവേയിൽ പി ബാലചന്ദ്രൻ ജയിക്കുമെന്ന് അന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ പി ബാലചന്ദ്രൻ ഒരു ഞെട്ടിക്കൽ വിജയമായിരുന്നു എന്ന് പറയുന്നത് പോലെ തൃശ്ശൂരിൽ ഒരു ഞെട്ടിക്കൽ വിജയം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ അസ് ഓഫ് നൗ പല്ലന് ഒരു എഡ്ജ് ഉണ്ട് എസ് കെ അവിടെ. ദിലീപ്, നമ്മുടെ കവിയും സാംസ്കാരിക പ്രവർത്തകനും LDF സ്ഥാനാർത്ഥിയുമായ ആലങ്കോട് ലീലാകൃഷ്ണന്റെ അവസ്ഥ എന്താണ് അവിടെ? എസ് കെ CPI പലതവണ വിജയിച്ചിട്ടുള്ള മണ്ഡലം. VS സുനിൽകുമാർ 2 തവണ വിജയിച്ച് ആ മണ്ഡലം തേറമ്പിൽ രാമകൃഷ്ണനിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ്. 2016 അതെ 2021 ബാലേന്ദ്രനിലൂടെ നിലനിർത്തുകയും ചെയ്തു. ആ മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ ശക്തമായ പോരാട്ടമാണ്. ചില സർവേകളൊക്കെ പറയുന്നത് CPI സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതമില്ല എന്നാണ്. കഴിഞ്ഞ തവണ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ അത്ഭുതമാണ് അവസാന നിമിഷം CPI സ്ഥാനാർത്ഥി പി ബാലചന്ദ്രൻ മുന്നിലെത്തി എന്നത്. അത് ഇത്തവണ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് രാജൻ ജെ പല്ലൻ്റെ ജനകീയതയാണ് ഏറ്റവും പ്രധാനമായി പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം നേരത്തെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിരുന്നു. അദ്ദേഹത്തിന് വലിയ വിപുലമായ സൗഹൃദ ബന്ധം ആ മണ്ഡലത്തിലുണ്ട്. മാത്രമല്ല കൗൺസിലർ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം ശ്ലാഘിക്കുന്ന ആളുകൾ ആ മണ്ഡലത്തിൽ തന്നെയുണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, ഈ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ വിജയിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചത് ക്രിസ്ത്യൻ വോട്ടുകൾ കുറേ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയി എന്നതായിരുന്നു. പക്ഷേ ഇത്തവണ ഈ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്, ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. അതൊരു പക്ഷേ രാജൻ ജെ പല്ലന് കൂടുതൽ അനുഗ്രഹമായേക്കാം. അതേസമയം പത്മജ വേണുഗോപാൽ ആകട്ടെ നേരത്തെ 2 തവണ അവിടെ UDF സ്ഥാനാർത്ഥിയായിരുന്നു, വിജയിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം VS സുനിൽകുമാറിനോട് തോറ്റു, കഴിഞ്ഞ തവണ പി ബാലചന്ദ്രനോടും പരാജയപ്പെട്ടു. ഇത്തവണ ഈ 40,000 BJPയുടെ ബേസ് വോട്ട് അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു സുഖമുള്ളത് അന്ന് എതിർത്ത രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചായി. അതെ, സുരേഷ് ഗോപിയും പത്മജയും. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. 2011 6,000-ൽ പരം വോട്ട് എന്നത് അത് പിന്നീട് 24 ആക്കി. അടുത്ത 2016 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അത് 40,000 കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ ബേസ് വോട്ടും അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന് ലീഡറുടെ മകൾ എന്ന നിലയിൽ അവിടെ കിട്ടാവുന്ന ചില പരമ്പരാഗത കോൺഗ്രസ്സുകാരുടെ വോട്ടും കിട്ടിയാൽ വിജയിക്കാം എന്നാണ് BJP കണക്കുകൂട്ടുന്നത്. നമ്മുടെ സാർ നേരത്തെ SK ചോദിച്ചതുപോലെ ഈ സാംസ്കാരിക മുഖമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ, അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ മണ്ഡലത്തിൽ പറയുന്ന ഒരു കാര്യം അദ്ദേഹം മണ്ഡലത്തിന് പുറത്തുള്ള ആളാണ് എന്നുള്ളതാണ്, പൊന്നാനിക്കാരനാണ് എന്നൊക്കെയുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷേ CPI ആകട്ടെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അവിടെ ഒരു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന് ഒരു സാംസ്കാരിക നായകൻ വരട്ടെ എന്നാണ് CPI കണക്കുകൂട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ദിലീപേട്ടൻ അവസാനം പറഞ്ഞതുപോലെ പത്മജ വേണുഗോപാലിന് ഈ കരുണാകരൻ ലെഗസിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വോട്ടുകൾ കിട്ടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നേയില്ല കേട്ടോ. ഇനി അല്ല, അത് ഉണ്ടാകില്ല, അത് ഉറപ്പല്ലേ, അത് ഉണ്ടാകില്ല. എന്താണ് പത്മജ വേണുഗോപാലിന് കരുണാകരൻ ലെഗസിയിൽ ഒരു കുറെ വോട്ടുകൾ അവിടെ കിട്ടുമെന്നൊക്കെ ഈ ഒരു അതെ പ്രതീക്ഷയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. BJPയുടെ പ്രതീക്ഷ ഓക്കെ ഇല്ലേ? അപ്പോൾ BJPയുടെ ആ പ്രതീക്ഷ പ്രത്യേകിച്ച് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ലെഗസിയിൽ കുറെ വോട്ടുകൾ വരും എന്നൊന്നും കരുതുന്നില്ല. പിന്നെ ഇപ്പോൾ മുരളീധരൻ ഉള്ളതുപോലെ ആ നിലയിൽ കോൺഗ്രസുകാർക്ക് ഒരു വലിയ
അങ്ങനെ ഒരു മനോഭാവം പത്മജിയോട് ഉണ്ട് എന്നും കരുതുന്നില്ല. പത്മജ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുൻപ് അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുകാർ തന്നെ അവരെ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പത്മജ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിഗണന കോൺഗ്രസുകാർക്ക് പത്മജിയോട് ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് അവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ എസ്കേൻ, എനിക്കിപ്പോൾ ആ മണ്ഡലത്തിന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ UDF അവിടെ എഡ്ജ് എന്നാണ് തോന്നുന്നത്. രാജൻ പല്ലൻ. ഓക്കെ, ഗോപി. ഈ തൃശ്ശൂരിലെ ജയപരാജയങ്ങൾ പിന്നെ പ്രവചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിലെ ചില രാഷ്ട്രീയ അന്തർധാരകൾ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ലീഡർ കെ കരുണാകരൻ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ സ്വാഭാവികം പത്മജ വേണുഗോപാൽ നിൽക്കുമ്പോൾ നമ്മൾ കെ കരുണാകരനുമായി ബന്ധപ്പെടുത്തി പത്മജയുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങളെയോ ഒക്കെ നമ്മൾ സ്വാഭാവികമായി വിലയിരുത്തും. പക്ഷേ അവിടെ അസിത പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് BJP-യിലേക്ക് ഈ പത്മജ വേണുഗോപാൽ വരുമ്പോൾ അവർ തുറന്നടിച്ച കാര്യം, എന്നെ ആ മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരാണ്. അതായത് ആ പാർട്ടിയിലുള്ള ആൾക്കാർ കാലുവാരി എന്നുണ്ട്. മാത്രമല്ല SK നേരത്തെ താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാൽ തോറ്റത് 964 വോട്ടുകൾക്കാണ്. അതിനൊരു പ്രധാന കാരണക്കാരൻ സുരേഷ് ഗോപിയാണ്. അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് അവിടെ BJP വോട്ട് വർദ്ധിക്കാൻ ഇടയാക്കിയത്. ആ സുരേഷ് ഗോപിയുടെ പിന്തുണ ഇത്തവണ പത്മജ വേണുഗോപാലിനുണ്ട്. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് BJP-ക്ക് ഉണ്ടായ ഏക പ്രതിനിധി കൂടിയാണ്, ഈ കേരളത്തിൽ നിന്നുണ്ടായ ആ പ്രതിനിധി കൂടിയാണ് സുരേഷ് ഗോപി. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ഒരു BJP അനുകൂല വോട്ടുകൾ, പിന്നെ കോൺഗ്രസിനകത്തുള്ള ഇൻഫൈറ്റുകൾ, അതിൽ നിന്ന് വരുന്ന വോട്ടുകളൊക്കെ പത്മജയ്ക്ക് അനുകൂലമാകും എന്ന ഒരു കണക്കുകൂട്ടലിലായിരുന്നു യഥാർത്ഥത്തിൽ BJP ഉണ്ടായിരുന്നത്. പക്ഷേ ആ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കുന്നതാണ് FCRA-യുമായി ബന്ധപ്പെട്ട് പോയി ഉയർന്നു വന്നിരിക്കുന്ന വിവാദം. ആ വിവാദം ക്രൈസ്തവ വോട്ടുകളെ BJP-യിൽ നിന്ന് അകറ്റും. അങ്ങനെയാണെങ്കിൽ പത്മജ വേണുഗോപാലിന്റെ മൂന്നാം വട്ടത്തെ തൃശ്ശൂരിൽ ജയിച്ചു കയറാമെന്ന സ്വപ്നം ഒരുപക്ഷെ പൊലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 2016-ലും 2021-ലും പത്മജ വേണുഗോപാൽ തന്നെയായിരുന്നു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി. അപ്പോഴെല്ലാം അവർ പറഞ്ഞത് തൃശ്ശൂർ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച, ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ തൃശ്ശൂരിനെ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്മജ പറഞ്ഞത് തൃശ്ശൂർക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമാണ്, തൃശ്ശൂർ എൻ്റെ നാടാണ്. ഇപ്പോഴും അവർ പറയുന്നത് വേറെ ഒരു സ്ഥലത്തും എനിക്ക് സീറ്റ് വേണ്ട, ഒരു സ്ഥലത്തും മത്സരിക്കാൻ എന്നെ വിളിച്ചാൽ ഞാൻ വരില്ല, കാരണം തൃശ്ശൂരാണ് എനിക്ക് മത്സരിക്കേണ്ടത്. പക്ഷേ ആ പത്മജ പറയുന്ന അത്രയും വലിയ ഒരു ആത്മബന്ധം തൃശ്ശൂർക്കാർക്ക് പത്മജയോടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ വേണ്ടി കാത്തിരിക്കണം. സാംസ്കാരിക തലസ്ഥാനമാണ്, ആ പ്രതീക്ഷയിലായിരിക്കും ഒരുപക്ഷെ ആലങ്കോട് അവിടെ മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.